നമസ്കാരം. ബംഗാളിൽ പ്രതിഷേധം ഇപ്പോൾ ഏറ്റവും കലുഷിതമായ രീതിയിലേക്ക് നീങ്ങുകയാണ്. PG ഡോക്ടറുടെ മരണത്തിൽ വീണ്ടും ദുരൂഹതകൾ ഉയർന്നു വരികയും ചെയ്യുന്നു. അന്വേഷണം CBI ഏറ്റെടുത്തതോടെ ഡോക്ടറുടെ മരണത്തിൽ നിർണായകമായ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഡോക്ടറുടെ ഡയറിയിൽ കുറിച്ചിട്ട ചില നിർണായക കാര്യങ്ങൾ ആശുപത്രിക്കുള്ളിൽ നടന്ന ചില അഴിമതികളെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതും PG ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് ഇതിന് പിന്നിലെ സത്യമെന്ന്. ബംഗാളിലെ തെരുവുകൾ വിദ്യാർത്ഥികൾ കീഴടക്കി. ബംഗാളിലെ പോലീസും ഡോക്ടർമാരും തമ്മിൽ നിരന്തര ഏറ്റുമുട്ടൽ കൂടിയായതോടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം താറുമാറായ അവസ്ഥയാണ് കാണുന്നത്. ഗവർണർ ആനന്ദ് ബോസ് ആകട്ടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് കേന്ദ്രത്തിന് നിരന്തരമായി വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ബംഗാൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ എന്നാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം നിലവിൽ മമതയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല ഒന്നും തന്നെ, എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബംഗാളിൽ RG കർ ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തിയവരിൽ ഇതുവരെ ആകെ 30-35 ആളുകൾ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുമുള്ളൂ. ഇതൊക്കെ മമതാ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് അടിവരയിടുകയാണ്. സന്ദേശ് ഗാലിയിൽ തുടങ്ങി ഇതുവരെയുള്ള ബംഗാളിലെ അവസ്ഥ അത് ശരിവെക്കുകയാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ എങ്ങനെ ഭരിച്ചോ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ബംഗാളിനെ മമതയും തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം ബംഗാളിൽ ഉയരുന്നുണ്ട്. ജനരോഷം ആളിക്കത്തുകയാണ്. കാമവരെ പൂണ്ടവരുടെ കൊടിയ പീഡനത്തിനൊടുവിൽ കൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ നീതി നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ നിർഭയമാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. സ്ത്രീ സുരക്ഷ എന്നത് സർക്കാർ പേപ്പറുകളിലെ വാക്കുകൾ മാത്രമായി ഒതുക്കുന്ന സമകാലികതയിൽ സ്ത്രീയായി ജീവിക്കുക എന്നത് ഭയാനകമായ കാര്യമാണ്. ശരിക്കും ആരാണ് ഇതിന് ഉത്തരവാദി? പ്രതിയിൽ മാത്രം കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ കെടുകാര്യസ്ഥതയുടെ ഈറ്റില്ലമായി സർക്കാർ സംവിധാനങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBI അന്വേഷണത്തിൽ നിലവിൽ പുറത്തുവരുന്ന ചില വിവരങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. അതായത് RG കർ മെഡിക്കൽ കോളേജിൽ മയക്കുമരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകരാണ് ഇതിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് റാക്കറ്റിനെ കുറിച്ച് പലതവണ മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നുവെന്നും ഇതാണ് സഹപ്രവർത്തകയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും സംശയമുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. അറസ്റ്റിലായ സഞ്ജയ് റോയ് റാക്കറ്റിലെ ചെറിയ കണ്ണി മാത്രമാണ്, അല്ലെങ്കിൽ അയാൾ ബലിയാടായതായിരിക്കാം. യഥാർത്ഥ പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. ഇത് ബലാത്സംഗ കൊലപാതകമായി എഴുതിത്തള്ളേണ്ട ഒരു കേസുമല്ല. അവളെ ഇതിനു മുമ്പ് തന്നെ ടാർഗറ്റും ചെയ്തിരുന്നു. ആ സമയം അവൾ സെമിനാർ ഹാളിൽ തനിച്ചാണെന്ന് സഞ്ജയ് റോയ് എങ്ങനെ അറിഞ്ഞു? വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. 2ാം വർഷ വിദ്യാർത്ഥി ആയതിനാൽ കഴിഞ്ഞൊരു വർഷമായി യുവ ഡോക്ടർ ക്യാമ്പസിൽ സജീവമായിരുന്നു. കാണാൻ പാടില്ലാത്ത പലതും ഇക്കാലയളവിൽ കണ്ടതായി ഡോക്ടർ സൂചിപ്പിച്ചിരുന്നതായും അവർ വ്യക്തമാക്കി. കടുത്ത സമ്മർദ്ദത്തിലാണെന്നും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കഠിനമായ ജോലി ചെയ്യിപ്പിക്കുകയാണെന്നും കൊല്ലപ്പെട്ട ഡോക്ടർ തന്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. ഡയറി രക്ഷിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഡയറിയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മെഡിക്കൽ കോളേജിലെ ചില കാര്യങ്ങളിൽ മകൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും അവിടേക്ക് പോകാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും രക്ഷിതാക്കളും പറയുന്നു. ഇതിനു പുറമെയാണ് വീണ്ടും കേസിൽ ദുരൂഹത പടർത്താൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും കടന്നു വരുന്നത്. അനുതാപരഹിതമായ അധികാരികളുടെ സമീപനം എന്നിവയെല്ലാം കൂടി ഒത്തുചേരുന്നതാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ നടന്ന കുരുതിയുമായി ബന്ധപ്പെട്ട് നാം കാണുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ ഏക പ്രതിയായ സഞ്ജയ് റായ് ഒരു സിവിക് വോളണ്ടിയർ ആണ്. CCTV ദൃശ്യങ്ങളുടെയും ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിന്റെയും അവശിഷ്ടം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, സംഭവത്തിന് ശേഷം ആശുപത്രി അധികൃതർ സ്വീകരിച്ച നിലപാടാണ്. കൊലപാതകമാണെന്ന് പ്രഥമ ദൃഷ്ടിയ സാധാരണക്കാർക്ക് പോലും വ്യക്തമാകുന്ന ദൃശ്യമായിരുന്നിട്ടും വിദഗ്ധ ഡോക്ടർമാരുള്ള ആ സ്ഥാപനത്തിലെ മേധാവിമാർ ആ നിലയ്ക്കുള്ള പരാതി പോലീസിൽ നൽകാൻ തയ്യാറായില്ല. എന്തോ അഭിമാനക്ഷതമാണ് അവർക്ക് ഉണ്ടായതെന്ന് തോന്നുന്നു. സഹപ്രവർത്തക കണ്ണിന്റെ മുന്നിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും മിണ്ടാതിരിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പോകട്ടെ, മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട്, പ്രത്യേകിച്ചും ഇത്രയും ക്രൂരമായി മകൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അവരോട് നുണ പറയുകയായിരുന്നു അധികൃതർ. കൊല്ലപ്പെട്ട പെൺകുട്ടി ആദ്യം അസുഖബാധിതയാണെന്നും പിന്നീട് അവൾ ആത്മഹത്യ ചെയ്തു എന്നുമാണ് ആശുപത്രിയിൽ നിന്നും അധികൃതർ തങ്ങളെ അറിയിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ അച്ഛനും അമ്മയ്ക്കും 3 മണിക്കൂറിലെ കാത്തിരിപ്പിനൊടുവിലാണ്
സ്വന്തം മകളുടെ ജഡം ഒന്ന് കാണാൻ കൂടി അധികൃതർ അനുവാദം നൽകിയത്. കൊല്ലപ്പെട്ട യുവതി മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരിശോധനയിൽ തന്നെ വ്യക്തമാണ്. ചെറുത്തുനിൽപ്പിന്റെ എല്ലാ സാധ്യതകളെയും ചവിട്ടി ഞെരിച്ചാണ് ക്രൂരമായ പീഡനം അവൾ ഏറ്റുവാങ്ങിയത്. ഇങ്ങനെയൊക്കെ ഒരു ആരോഗ്യവതിയായ സ്ത്രീയെ ആക്രമിക്കാൻ ഒരു പ്രതിക്ക് സാധിക്കുമോ? എന്നാൽ വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവം ആശുപത്രിയിൽ നടന്നിട്ടും ചുറ്റുമുള്ളവരൊന്നും അറിഞ്ഞില്ല എന്ന മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. സംസ്ഥാന പോലീസിൽ നിന്നും കേസ് അന്വേഷണം CBIക്ക് ലഭിക്കുമ്പോൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടതും ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ്. സർക്കാർ വീഴ്ച, ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയ സ്ഥാപന മേധാവിമാർക്കെതിരെ ജൂനിയർ ഡോക്ടർമാർ കർശന നടപടി ആവശ്യപ്പെട്ടെങ്കിലും 48 മണിക്കൂർ കഴിഞ്ഞാണ് സർക്കാർ അനങ്ങിയത് പോലും. ഇതാണ് മറ്റൊരു ഭയാനകമായ യാഥാർത്ഥ്യം. സൂപ്രണ്ടായിരുന്ന സഞ്ജയ് വസിഷ്ഠിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. എന്നാൽ ഇത് സസ്പെൻഷൻ ആയിരുന്നില്ല. കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിന് പകരം നിയമനം നൽകിക്കൊണ്ടാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇറങ്ങിത്തിരിച്ചത്. സംഭവം വിവാദമായതോടെ കൂടുതൽ യുവ ഡോക്ടർമാർ നീതിക്കായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് അധികൃതരുടെ മേൽ സമ്മർദ്ദം വന്നതോടെ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞ് പ്രിൻസിപ്പൽ സഞ്ജയ് ഘോഷ് രാജി പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, മെഡിക്കൽ സർവീസിൽ നിന്ന് തന്നെ രാജിവെക്കുകയായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അതും അദ്ദേഹം ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെത്തി രാജി കൊടുത്തു. പിന്നെ കാണുന്ന കാഴ്ച സർക്കാർ അദ്ദേഹത്തിന് കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി പകരം നിയമനം നൽകുന്നതാണ്. പ്രതിഷേധിച്ച് അവിടുത്തെ വൈദ്യ വിദ്യാർത്ഥികൾ ഘോഷിനെ ചുമതലയേൽക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ മുറി പൂട്ടിയിട്ടു. സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി 2 മണിക്കൂറിനുള്ളിൽ സ്വയം അവധിയെടുത്ത് പോയിക്കൊള്ളാൻ ഘോഷിന് ഉഗ്രശാസനം നൽകി. കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ആളിക്കത്തുമ്പോഴേക്കും സംഭവം നടന്ന് 1 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയത് വിജയമായി പ്രഖ്യാപിക്കാനായിരുന്നു സംസ്ഥാന പോലീസിന്റെ ശ്രമം. എന്നാൽ കേസ് ഡയറി വരുത്തി പരിശോധിച്ച് ഹൈക്കോടതി പോലീസിനെ വിമർശിക്കുകയാണ് ഉണ്ടായിരുന്നത്. കൊലപാതകമാണെന്ന് ആരും ആദ്യം പരാതിപ്പെട്ടില്ലെന്നും അതിനാലാണ് അസ്വാഭാവിക മരണമെന്ന നിലയിൽ കേസെടുത്തതെന്നുമുള്ള സർക്കാർ അഭിഭാഷകന്റെ ന്യായം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. സംഭവം പൂർണ്ണമായും തെളിയിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ഞായറാഴ്ച വരെ തന്റെ പോലീസിന് സമയം നൽകിയെങ്കിലും അത് അവഗണിച്ച് ചൊവ്വാഴ്ച തന്നെ ഹൈക്കോടതി CBIക്ക് കേസ് മാറ്റി. ഇതോടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കുഴങ്ങി. കേസ് CBIക്ക് വിട്ടതിന് പിന്നാലെ മൃതദേഹം കണ്ടെത്തിയ 4ാം നിലയിലെ സെമിനാർ ഹാളിനോട് ചേർന്നുള്ള മുറി അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ചു തുടങ്ങിയതും ഏറെ വിവാദമായി. ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ കൂടുതൽ വിശാലമായ മുറി പണിയാനാണ് പൊളിച്ചതെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും തെളിവ് നശിപ്പിക്കാനാണിതെന്ന ആക്ഷേപം ഉയർന്നു വന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏക വനിതാ മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എതിരെ നിൽക്കുന്നവനെ മുൾമുനയിൽ നിർത്തുന്ന വിമർശനങ്ങളിലൂടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ സ്വരമായി മമത ഉയർന്നിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ ഇരയാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ വനിതാ മുഖ്യമന്ത്രിയുടെ സമീപനം ഏറെ ഖേദകരമാണ്.